നമ്മൾ വീണ്ടും ഒരു വീടിന്റെ മുറ്റത്ത് ഷീറ്റ് ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് ഷീറ്റ്. പിന്നെ അത്യാവശ്യം ചെരിവുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുള്ളത് പ്രാവശ്യം. മുറ്റം പിന്നെ മുറ്റത്തിന് നല്ല ചെരിവുണ്ട്. ഒരു സൈഡില് പിന്നെ 16 ഷീറ്റും അപ്പുറത്തെ എൻഡിൽ വരുമ്പോഴത്തേക്കും അത് 20 അടി ഷീറ്റ് ആകുന്നുണ്ട്. ആ രീതിയിൽ ചെരിഞ്ഞൊരു മുറ്റാണ്. അപ്പൊ അതിന് സൂട്ടാകുന്ന രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. മൊത്തത്തിലൊരു 8 ഷീറ്റിന്റെ വീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റിന്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. പ്രോക്സിയുടെ ഷീറ്റാണ്. ഇത്രയും പ്ലാസ്റ്റിക്കെല്ലാം ഉണ്ട്. പ്ലാസ്റ്റിക് ആണ്, ഇതെല്ലാം കൊണ്ട് കൊടുക്കലാന്ന് ഭയങ്കര ദുരിതം. ഇത്രയും പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അത് കളയലാണ് മെയിൻ ദുരിതം. പിന്നെ പക്ഷേ സ്ക്രൂ എല്ലാം നമ്മൾ കൊറോഷനിൽ സ്ക്രൂ അടിച്ചിരിക്കുന്നത്. ഷീറ്റെല്ലാം ഓക്സൈഡ് ഷീറ്റ്. പിന്നെ കഴുക്കോലായിട്ട് 3 കൊന്നരയുടെ പൈപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1.5 മീറ്റർ ഗ്യാപ്പിൽ കഴുക്കോൽ വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് പട്ടിക 1:1 ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ റൗണ്ട് പാത്തിയാണ് വെച്ചിട്ടുള്ളത്. 4 kg റൗണ്ട് പാത്തി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ട് മുറ്റത്ത് നല്ല ഇവിടെ ഒരു നേരത്തെ നല്ല തണലുണ്ടായിരുന്നു. ഇവിടെ പ്ലാവിന്റെ കൊമ്പെല്ലാം ഉണ്ട്. ഏകദേശം ഡേഞ്ചറാണ്. ചപ്പെല്ലാം വീണ് കഴിഞ്ഞാൽ ഷീറ്റ് വേഗം തുരുമ്പെടുക്കും. ചപ്പൊരു പ്രശ്നമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇതെല്ലാം പരമാവധി കൊത്തിക്കളയുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. ഇവിടെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊന്നും പിന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ചപ്പ് പോകും. മുറ്റത്ത് പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പരമാവധി നമ്മൾ ഉയരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തീരെ കുറക്കാണ്ട് അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഷെയ്ഡിന് മുകളിലാണ് പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് വാർപ്പിന്റെ നേരെ അടിയിൽ. ഇത് അടിവശം കഴുക്കോള് കാര്യങ്ങളെല്ലാം തൂണ് നമ്മൾ 2 ഇഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. പെയിന്റിങ് തൂണ് പെയിന്റ് അടിക്കാണ്ട് നിലം കോൺക്രീറ്റ് ചെയ്യാണ്ട് ബാക്കി വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിവശം അതിന്റെ അടിവശം ഇതിലെ ഷെയ്ഡെല്ലാം ഉണ്ട്. സിറ്റ് ഔട്ടായിരുന്നു. ഷെയ്ഡെല്ലാം കുളമായി. അപ്പം കുളമായല്ല, അതിന്റെ നല്ല ഉപയോഗം നഷ്ടപ്പെട്ടില്ലേ. പിന്നെ ഇത്രയും ഭാഗത്ത് നേടിയ ചെറിയ ഗ്യാപ്പുണ്ട്. നേടി നമ്മളൊരു 3 ഷീറ്റ് ഇടുന്നുണ്ട്. അത് ഒരു 8 അടിയുടെ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു മഴയെല്ലാം പെയ്ത ദിവസം, കുറേ ദിവസത്തിന് ശേഷം. ഇപ്പം നിലവിൽ മഴയൊന്നുമില്ല. അങ്ങനെയുള്ള വീണ്ടും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഇപ്രാവശ്യം ഇന്നത്തെ വർക്ക്. ഇഷ്ടമായതായിരുന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക.